യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രാത്രിയിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1992 കൊട്ടാരക്കരയിൽ സ്കൈ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ റൂമിൽ വെച്ച് എനിക്ക് യേശുവിനെ കർത്താവായി രക്ഷകനായി അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യം എന്റെ അന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൈവങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. അത് ദൈവത്തിന്റെ മഹാകൃപയായിരുന്നു. എന്നെ സ്നാനപ്പെടുത്തിയ, എന്നെ ദൈവങ്ങളുടെ നടത്തിയ, എന്റെ ഭവനത്തിൽ ധാരാളം പ്രാവശ്യം ഹൗസിംഗ് സിറ്റിംഗ് ചെയ്ത, എന്റെ വിവാഹ ശുശ്രൂഷ, എനിക്ക് 4 കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിച്ച ആ ദൈവദാസന്മാരുടെ മുമ്പിലാണ് ഞാൻ ഇന്ന് ദൈവവചനവുമായിട്ട് നിൽക്കുന്നത്. അവരെല്ലാം സർവശക്തനായ ദൈവത്തോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയെ ചിന്തിക്കാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 33-34 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം ഇവിടെ വായിക്കും. 23-ാം അധ്യായം 33-34 വാക്യം. തലയോടിയിൽ നിന്ന് സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ അവരെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവരുടെ വസ്ത്രവിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കുന്ന വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഉദ്ഘാടന പ്രസംഗത്തോടെ ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള ദൂതതയെ തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വാചകം പ്രവാചകനോട് ചേർന്ന് 2009 മുഴുവൻ പ്രാർത്ഥിക്കുക. ഒരു വലിയ ഗുണനിലവിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ക്രൂശിച്ചുവട്ടിലേക്ക് മടങ്ങി വരുവാൻ, ആ സ്നേഹം ഞങ്ങളോടുകൂടെ പുതുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കുന്നു. അതിനെ രാത്രി ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. അരണഭാവത്തെ പ്രസ്താവിപ്പാൻ ഉയർത്തി ജ്ഞാനം തരണമേ, ഉയർത്തി ശക്തി നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ രാജാവായി ജനിച്ച് രാജാവായി കഴുപ്പുറത്തിലേക്ക് പ്രവേശിച്ച് രാജാവായി ക്രൂശിൽ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ രാജാവായിട്ടല്ല, രാജാവായി. ഒരിക്കലും മനുഷ്യൻ ചോദിച്ചു, കാൽപ്പെടുത്തിരിക്കുന്ന കർത്താവിനെ പ്രസംഗിക്കാതെ ആ സ്വത്തും കൂട്ടും. ഞാൻ പറഞ്ഞു, കാൽപ്പെടുത്തിൽ പ്രസംഗിക്കുന്ന, കാൽപ്പെടുത്തിൽ ജനിച്ച യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. അവർ ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ടാണ്. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുള്ള കർത്താവ് രാജാവായ കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അന്ന് ചെയ്ത 7 മൊഴികൾ ലോകമനസാക്ഷിയെ തട്ടിയുണർത്തത്തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തേക്കാണ് പാപലോകങ്ങളെ കിരീടപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ദൂതന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പിതാവിന്റെ ദൈവം നിയന്ത്രിച്ചു എന്ന് പൂർണ്ണ തൃപ്തിയോടെ ക്രൂശിനാക്ക് ചെയ്ത യേശുക്രിസ്തുവിന്റെ 7 മൊഴികൾ 7 ഭക്തനെയും ആവർത്തിച്ചു കേൾക്കുന്തോറും ക്രൂശിച്ചുവട്ടിലേക്ക് നമ്മളെ മടക്കി വരുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ മുദ്രപ്പാടുകളാണ് ദൈവസഭയുടെ വിസിറ്റിംഗ് കാർഡ്. വീട്ടിൽ ജനിച്ച ഒരു ദൈവമേഖലന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് എന്താ? കാൽവരി ക്രൂശിൽ നിന്ന് ഓടുവാൻ ആരംഭിച്ച ഭക്തൻ ഈ
യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ക്രൂശിൽ കിടന്ന് മരിക്കുമ്പോൾ തുടങ്ങുമ്പോഴും താൻ ഉരുവിടുന്ന വാക്കുകൾ പ്രാർത്ഥനകളായി മാറുകയാണ്. അങ്ങനെ ഈ ക്രൂശിനെ കർത്താവായ യേശുക്രിസ്തു അഴിക്കുന്ന ക്രൂശ് റോമൻ നിയമം വെച്ച് നോക്കുമ്പോഴും യഹൂദ പാരമ്പര്യം വെച്ച് നോക്കുമ്പോഴും ഒരു ശാപത്തിന്റെ അടയാളമായിട്ടും ക്രൂശിൽ മരിച്ചവരെല്ലാവരും ഭ്രമായിക്കൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും അനക്ഷമായി പലതും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിച്ചവരോട് പൂർണ്ണ വൈരാഗ്യത്തോടെ മരിക്കുന്ന നിമിഷങ്ങൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഈ ക്രൂശ് ഒരു പ്രാർത്ഥന മുദ്രയാക്കി മാറ്റി. യേശുക്രിസ്തു ഈ ക്രൂശ് ഒരു പുൽപ്പീറ്റാക്കി മാറ്റി. യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനമാണ്. അത് തൊട്ട് മുമ്പ് ഈ മരണത്തോട് വന്നിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ രണ്ടുപേർ മാത്രമാണ് മരണത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത്. യേശുക്രിസ്തു വരുന്ന രണ്ടുപേർ. ഒന്ന് ശിശോൻ മരണത്തോട് വന്നിരിക്കുവാൻ മരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് താൻ പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിച്ചത് ക്ഷമ ചോദിച്ചുകൊണ്ടല്ല, ക്ഷമിക്കുവാൻ വേണ്ടിയല്ല. പിന്നെയോ താൻ പ്രാർത്ഥിച്ചത് ഞാൻ മരിക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ചവരുടെ എന്റെ കൂടെ മരിക്കട്ടെ. വൈരാഗ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ശിക്ഷകനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തെഫാനോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ച രണ്ടാമത്തെ വേദപുസ്തകത്തിലെ കഥാപാത്രമാണ്. താൻ പ്രാർത്ഥിച്ചത് എന്റെ ആത്മാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമതാണ് പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിന്റെ മാതൃക പ്രാർത്ഥന മാതൃകയാക്കിയ സ്തെഫാനോസിനെയും വൈരാഗ്യത്തോടെ ശത്രുവിനെ സംഗ്രഹിക്കുവാൻ ശക്തി ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ശിക്ഷകന്റെ വേദപുസ്തകത്തിൽ രണ്ട് കഥാപാത്രങ്ങളായി നിൽക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഗെത്സമനിയിലെ പ്രാർത്ഥനയിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് ആ ക്രൂശിൽ നാം വായിച്ച തിരുവഴിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗെത്സമനിയിലെ തന്നെ ഏഴാമത്തെ പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്കും ഒരു ഗെത്സമനി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ഗെത്സമനിയിൽ കടന്നു കഴിഞ്ഞാൽ അടുത്തത് ക്രൂശാണെന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ഗെത്സമനിയിൽ നിന്ന് നമുക്ക് നൽകുന്ന 5 സന്ദേശങ്ങളുണ്ട്. ഗെത്സമനിയിലെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് നൽകുന്ന 5 ദൂതുകളുണ്ട്. ഒന്ന്, ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു അഭിമുഖീകരിച്ച ഒറ്റപ്പെടൽ. യഹൂദ സംസ്കാരം അനുസരിച്ച്, യഹൂദ പശ്ചാത്തലം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൃഷ്ടികൾ ഉയരത്തിലേക്ക് പതിപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് യഹൂദന്മാർ ധാരാളമായി ചെയ്തു വന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തവും വിപരീതവുമായിട്ട് യേശുക്രിസ്തു നിരത്ത് വീടുകളാണ് പ്രാർത്ഥിക്കുന്ന രണ്ടാം ഗെത്സമനിയിൽ കാണുന്നത്. കാരണം എന്തെന്നറിയാമോ? ഒറ്റപ്പെടലിന്റെ ആ അനുഭവത്തിൽ കൂടെ താൻ നടന്നു പോവുകയാണ്. അടുത്ത പ്രഭാതത്തിൽ യൂദ ഒറ്റുകൊടുക്കുമ്പോഴും മരക്കുരിശ് തോളി വീഴുമ്പോഴും ചുമക്കുവാനുള്ള ബലം വേണമെങ്കിൽ നിന്നു നിരത്തുകയിൽ താൻ ഇതിൽ നിന്ന് പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. ഒരു കാര്യം എനിക്കറിയാം, വെളിപ്പാടുള്ളവൻ അനർത്ഥം എന്ന് കേവലം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ അനർത്ഥം 70 കിലോമീറ്റർ ദൂരം കാണുകയെ അവൻ വെളിപ്പാടിൽ പ്രാർത്ഥിക്കാനുള്ളത്. അവനറിയാം അനർത്ഥം എന്റെ അടുത്ത് വരുന്നതിന് മുമ്പേ അതിന്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഈ അഗ്നിയെ കേൾക്കുന്ന ദൈവമേ, വെളിപ്പാട് പ്രാപിച്ചാൽ ഒരു കാര്യം വിജയമാണ്. അനർത്ഥം ദൂരെ വരുമ്പോഴേ നമുക്കത് കണ്ട് അതിന്റെ ശക്തി കുറയ്ക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ഒരുപക്ഷെ അതിന്റെ ശക്തി കുറഞ്ഞില്ലെങ്കിലും അത് ശക്തിയോടാകട്ടെ, അതിനെ നേരിടാനുള്ള ഒരു ശക്തി ഒന്നുകിൽ നമ്മളോട് ദൈവം പകരും, അല്ലെങ്കിൽ അതിന്റെ ശക്തി ദൈവം കുറയ്ക്കും. ഏതെങ്കിലും ഒന്ന് ദൈവം ചെയ്തിരിക്കും. ഈ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. Praise the Lord. യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ നിരത്തുകയും പ്രാർത്ഥിക്കുകയാണ്. വിയർപ്പൂരിയ രക്തത്തുള്ളികളായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. എന്താ ഒറ്റപ്പെടൽ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ വാക്കുകളുണ്ട്, പക്ഷെ വാക്കുകൾ പുറത്തു വരുന്നില്ല. പ്രാർത്ഥിക്കാൻ അറിയാം, പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളും അറിയാം, പക്ഷെ പ്രാർത്ഥന മുറിയിട്ടറിയിട്ട് ഒരു വാക്കുപോലും വായിൽ പുറത്തു വരുന്നില്ല. വെറും ഏകതകൾ മാത്രം, വെറും കരച്ചിൽ മാത്രം. എന്താ കാര്യം? അടുത്ത പ്രഭാതത്തിൽ നേരിടാൻ പോകുന്ന വേദനയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു നിരത്തിൽ കിടക്കുക. എത്രയോ പ്രാവശ്യം ഏകാന്തത ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എല്ലാം തകർന്നുവെന്ന് തോന്നിയപ്പോൾ പ്രാർത്ഥന മുറിക്കടത്തിലേക്ക് കയറിയ ദൈവമേ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കരച്ചിൽ മാത്രം
ഒരു ഭക്തൻ ഉരുവിടുന്ന ദീർഘശ്വാസത്തിന്റെ ഒരു വാർത്തയായിരുന്നു. ഒന്നും പ്രാർത്ഥിക്കാൻ വാക്കുകൾ പുറത്തു വന്നില്ലെങ്കിലും വാവിട്ട് കരയാൻ പറ്റുമെങ്കിൽ ആ കരച്ചിലിന്റെ അർത്ഥമറിയാവുന്നവനാ സ്വർഗസ്ഥനായ ദൈവം അറിയോ. ഇതിനകത്ത് ദൈവങ്ങൾ നടന്നു പോകരുത്. ഒരു വാക്ക് പ്രാർത്ഥിക്കണ്ട, ഒരു മണിക്കൂർ കരഞ്ഞ് ചെല്ലുക. അതിനകത്ത് ഒരു ജയപ്പലി നിങ്ങൾ എഴുതി കാണും. അത് കണ്ടു കഴിയുമ്പോൾ ആ ഭക്തനാവിൽ കൊണ്ടുവന്നു. യേശുക്രിസ്തു നമുക്ക് കാണിച്ചത് ഗെത്സമനയിലെ ഒന്നാമത്തെ ഉദാഹരണം. ഗെത്സമനയിൽ പ്രാർത്ഥനാ വാക്കുകളില്ലാതെ നിലവിളി മാത്രം വീഴുകയാണ്. രണ്ട്, ഗെത്സമനയിൽ അനുഭവിച്ചത് ആത്മാർത്ഥതയോടെ കൂടെ പ്രാർത്ഥിക്കുമെന്ന് കരുതി കൊണ്ടുപോയ 3 പേർ. എല്ലാവർക്കും ഈ ലോകത്തിൽ സുഹൃത്തുക്കളുണ്ടെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ചിലരുണ്ട്. അവരെ എന്തിനാണ് ആത്മാർത്ഥതയോട് കൂടെ നടക്കുന്നതെന്ന് അറിയാമോ? ഒരു പ്രതിസന്ധി വന്നാൽ എന്റെ കൂടെ നിൽക്കുന്നു വിചാരിച്ച യേശുക്രിസ്തുവിനുണ്ടായാലും ഷെയർ ചെയ്യുവാൻ ഭാരം വരുമ്പോൾ പങ്കിടാൻ 3 പേർ. എനിക്കൊരു പ്രതിസന്ധി വന്നാൽ ഞാനൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതി വെച്ചിരുന്ന ചിലരുണ്ട്. പക്ഷെ അവരും എന്റെ പ്രതിസന്ധിയിൽ ഉറങ്ങിപ്പോയാൽ, അവരും എന്റെ പ്രതിസന്ധി എന്നെ കൈവിട്ടാൽ, ഗെത്സമനയിൽ വിളിച്ചറിയിക്കുന്നത് മൂന്നുണ്ട്. ഒരു ആത്മാർത്ഥതയിൽ നാം കരുതി കൂടെ കൊണ്ട് നടക്കുന്നവരും നമ്മുടെ പ്രതിസന്ധിയിൽ ഉറങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരിക്കലും ഞാനൊരു കൺവെൻഷൻ പോയില്ലേ, രാത്രി 1-2 വീട്ടിൽ പോയി മുഖമൊക്കെ കഴുകി സുഖമായി ഉറങ്ങാമെന്ന് വിചാരിച്ച് കട്ടി കിടന്ന് ഉറക്കത്തിലേക്ക് നയിക്കുമ്പോൾ എന്നെ ഒരു പാവം വിശ്വാസി എന്നെ ഫോണിൽ വിളിച്ചുണർത്തി. പാസ്റ്ററെ, വിളിച്ചുണർത്തി ക്ഷമിക്കണം, ഒരു പ്രത്യേക വിഷയമുണ്ട്, ഞങ്ങൾ ആരും ഉറങ്ങാതെ പ്രാർത്ഥിക്കുക, ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഫോൺ കട്ടിയിരുന്നു. ഫോൺ വിളിച്ചു. ഞാൻ ഉറക്കത്തിലേക്ക് പോയി. എന്റെ വിശ്വാസി എന്നെ വിളിച്ചത് എന്റെ പാസ്റ്ററോട് ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് ആത്മാർത്ഥത കൊണ്ടുണ്ട്. പക്ഷെ ഞാൻ ആത്മാർത്ഥതയില്ലാത്തവനായി കട്ടിൽ വീണ്ടും കിടന്നു. രാവിലെ ഞാൻ ആവേശത്തോടെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്? പൂർണ്ണ വിടുതൽ പാസ്റ്ററോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആത്മാർത്ഥത നഷ്ടപ്പെടുത്തിയാലും സേവിക്കുന്ന ദൈവം കൈവിടുന്നില്ല. സേവിക്കുന്ന ദൈവം കൈവിടുന്നില്ല. പാസ്റ്റർ ആത്മാർത്ഥത നഷ്ടപ്പെട്ടവരായി കഴിഞ്ഞാലും നാം കൂടെ കൊണ്ടുനടക്കുന്നവർ ആത്മാർത്ഥത നഷ്ടപ്പെട്ട് മാറിപ്പോയാലും വിളിച്ചു പറയുന്നത് അവിടെ ഇരിക്കുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും ഉറങ്ങിയപ്പോൾ ദൈവമോ ഒരു ദൂതനെ അയച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പത്രോസ് അവിശ്വസ്തത കാണിച്ചാലും, യാക്കോബ് അവിശ്വസ്തത കാണിച്ചാലും, യോഹന്നാൻ അവിശ്വസ്തത കാണിച്ചാലും, എന്റെ പുത്രനോട് പിതാവിനെ വിശ്വസ്തത കാണിക്കാൻ പറ്റത്തില്ല. അവൻ ഒരു ദൂതനെ അയച്ചു. രാത്രി ദൈവങ്ങൾ മനസ്സിലാക്കണം, ആരവിശ്വസ്തത കാണിക്കാലും ഞാൻ സേവിക്കുന്ന എന്റെ പിതാവാം ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കത്തില്ല. എല്ലാവരും മാറുമ്പോഴും ഒരു ദൂതനെ അരികിൽ വന്നിരിക്കും. ക്രിസ്തു ഒരിക്കലും ദൈവം പറയുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ള പാസ്റ്റർ, ഞാൻ എങ്ങനെയാണ് ഒരിക്കലും ഒന്നും കരുതില്ല. സേവിക്കുന്നത് ദൈവത്തെയാണെങ്കിൽ മാനുഷികമായ എല്ലാവരും മറന്നാലും ഒരു ദൂതൻ അരികിൽ കാണും. ദൂതനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം കൊണ്ടാണ് ദൂതനെ അയച്ചു, അവരെ ധൈര്യപ്പെടുത്തി. ഗെത്സമനയിൽ നിന്ന് വിളിച്ചറിയിക്കുന്ന 3ാമത്തെ ദൂതൻ ഭാരമാത്രം മാറ്റി കിട്ടുവാൻ പിതാവിനോട് അപേക്ഷിക്കുന്ന പുത്രൻ. ഈ പ്രാർത്ഥനയുടെ അവസാനം ഒരു വാക്യമുണ്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്റെ ദൈവങ്ങളോട് രാത്രി എനിക്ക് പറയാനുള്ളത്, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഏറ്റവും അവസാനത്തെ വാരയിലായിരിക്കണം. ഞാൻ ഈ പ്രാർത്ഥിച്ചതെല്ലാം എന്റെ ഇഷ്ടമാണെങ്കിലും ഇതൊന്നും നിറവേറുകയും നിന്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവം ഇഷ്ടം വെച്ച് പ്രാർത്ഥിക്കാൻ ഗെത്സമനെ പഠിപ്പിക്കുന്നുണ്ട്. 4, ഗെത്സമനയിൽ നിന്ന് നമുക്ക് കാണുന്നത് ഉറങ്ങുന്നവർക്ക് യേശു കൊടുക്കുന്ന താക്കീത്. ഇന്ന് രാത്രി താക്കീതോട് ഈ ഉറക്കം കണ്ടിട്ടുണ്ട്. ഉറങ്ങുന്ന ശിഷ്യന്മാരുടെ യേശു താക്കീത് നൽകുകയാണ്. വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, ഉറങ്ങിക്കോ. പക്ഷേ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയാൽ പരീക്ഷയിൽ അകപ്പെടും നിശ്ചയം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയാൽ
അതിവേദനയോടെ അതിശ്രദ്ധയോടെ പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗെത്സമനിയുടെ അനുഭവം കടന്നു വന്ന അനേകത്തിനകത്തുണ്ട്. എന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന എന്റെ കൂട്ടുദൈവദാസന്മാർ എത്രയോ പ്രാവശ്യമുള്ള പാഴ്സലേജുകളിൽ അവർ ആരാധിക്കുന്ന സമൂഹങ്ങളിൽ എല്ലാവരും പിന്നുപോയി കഴിഞ്ഞപ്പോ ചിലപ്പോഴൊക്കെ ഈ ഗെത്സമന വന്നപ്പോൾ അവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട്. എന്ന് ഗെത്സമനയിൽ നിന്ന് എഴുന്നേറ്റത് പരാജയപ്പെട്ടവരായിട്ടല്ല, ജയാളിയായിട്ടാണ്. യേശു ഉരുവിട്ടൊരു വാക്കുണ്ട്, വഴി നമുക്ക് പോകാം. എന്തിനേയും നേരിടാനുള്ള ആവേശമാണ് ആ വാക്കിനകത്ത് വന്നിരിക്കുന്നത്. ശിഷ്യഗണത്തെ തട്ടി ഉണർത്തി താക്കീതുകൊണ്ടൊരു കർത്താവ് പറഞ്ഞു, വഴി നമുക്ക് പോകാം. ഗെത്സമനയിൽ നിന്ന് ഞാൻ പോകുന്നത് കൊട്ടാരത്തിലേക്കല്ല, മരക്കുരിശ് ചുമക്കുവാനാ. അതിനുള്ള ബലം എന്റെ പിതാവ് തന്റെ ദൂതനെ അയച്ച് ഇന്നലെ രാത്രി എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി എന്ത് വന്നാലും അതിനെ നേരിടുവാനുള്ള ബലം ഇന്നലെ രാത്രി കിട്ടി. ഗെത്സമനയിലെ പ്രാർത്ഥന എന്തിനേയും നേരിടുവാനുള്ള ഉയർത്തിയ ശക്തി ദൈവം തരുവാനിടയാണ്. ഗെത്സമനയിലെ പ്രാർത്ഥനകളിൽ നേരിട്ട് കർത്താവ് ക്രൂശിലേക്ക് പോയി. അതിനിടയ്ക്ക് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. യൂദ ഒറ്റുകൊടുക്കുന്നു, പത്രോസ് തള്ളിപ്പറയുന്നു. ഇത്ര നീചമായ രണ്ട് സംഭവങ്ങൾ, അതിനുശേഷം ധാരാളം സംഭവങ്ങൾ കഴിഞ്ഞ് യേശു ക്രിസ്തു നേരെ ക്രൂശിലേക്ക് കടന്നു പോകുന്ന ആ സംഭവത്തെ നമ്മളിവിടെ വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. തലയോടിനം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ. യേശു ജനിച്ചത് കാലിത്വത്തിൽ, മരിച്ചത് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെയും. ഭൂമിയിലായിരുന്നപ്പോൾ ശുശ്രൂഷിച്ചത് ഭൂതഗ്രസ്തന്മാരും പരീക്ഷന്മാരും സദൂക്യരും ചുങ്കക്കാരും പാപികളും ഇങ്ങനെയുള്ള ഒരു മിക്സഡ് ഗ്രൂപ്പിനിടയിൽ കർത്താവ് ശുശ്രൂഷിച്ചു. അവഗണിക്കപ്പെട്ട ശമരിയക്കാരുടെ സ്ത്രീയുടെ അടുത്ത് 38 വർഷമായി കുളക്കരയിൽ ആരും നോക്കാനും സഹായിക്കാനുമില്ലാതിരുന്ന പക്ഷപാതക്കാരന്റെ അടുത്തും ഇരുന്ന് മൊഴികളെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എവിടൊക്കെ അവഗണിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമുണ്ടോ ഭൂതഗ്രസ്തരെയും പാപികളുടെയും ചുങ്കക്കാരനെയും അവർ ശുശ്രൂഷിക്കുന്നു. ഇതെല്ലാം സമൂഹം അവഗണിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു നേതാവായി മാറാൻ യേശുവിന് യാതൊരു വഴിയുമില്ല. എന്നും എവിടെയും ഒരു സമൂഹത്തിൽ കുറെ പേർ അവഗണിക്കപ്പെട്ടവരാ. കുറെ പേർ ഏത് ഭവനത്തിലായാലും 4 മക്കളുണ്ടെങ്കിൽ ഒരെണ്ണം അവഗണിക്കപ്പെട്ടവരാ. എന്താണ് അവർ അവഗണിക്കപ്പെട്ടവരായി മാറുമെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയുന്നില്ല. ശുശ്രൂഷയെ നോക്കിയാലും ചിലരെപ്പോഴും എല്ലാ മേഖലകളിലും അവഗണിക്കപ്പെടുന്ന ആ അനുഭവം കടന്നു വരും. എന്നാൽ എനിക്ക് സന്തോഷം കടന്നു വരുന്നത് അവഗണിക്കപ്പെട്ടവരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, ഞാൻ നദിയില് ഞാൻ നിങ്ങൾക്കൊരു നേതാവാണ്. കരങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. യേശു ക്രിസ്തു അടുത്ത പ്രാർത്ഥന ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള ഒന്നാമത്തെ വഴിയായി പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായില്ല, ഇവരോട് ക്ഷമിക്കണമേ. ചില മണിക്കൂറുകളായി വെള്ളം കുടിച്ചിട്ട്, ചില മണിക്കൂറുകളായി ആഹാരം കഴിച്ചിട്ട്, മുടിയിൽ നിന്ന് മാംസം കടന്നുപോയിരുന്ന വേദന, ശരീരമാസകലം രക്തവും മാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളായി കർത്താവൊന്നും പറഞ്ഞിട്ടില്ല. അവർ പരമാവശ്യം ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് പറ. പക്ഷെ കർത്താവൊന്നും പറയുന്നില്ല. ക്രൂശിൽ തലയിൽ കിടക്കുക, തന്റെ കൈകാലുകൾ ആണിയടിച്ച് ആ ക്രൂശിനോട് ചേർത്ത് വെച്ച ശരീരവുമായിട്ട് കുഴിയിലേക്ക് ആഴ്ന്നിറക്കി നാടിഞ്ഞാലെല്ലാം വേദനിച്ച് സന്ധിമണ്ഡലങ്ങളിൽ തുറച്ചു നിൽക്കത്തക്കവണ്ണം വേദന തന്റെ ശരീരത്തിൽ ആഴമായി പതിന്നുകൊണ്ടിരുന്ന സമയത്ത് യേശു ക്രിസ്തു ചുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പരിഹസിച്ചുകൊണ്ടിരുന്നവർ പരിഹാസം നിർത്തി, അട്ടഹസിച്ചുകൊണ്ടിരുന്നവർ അട്ടഹാസം നിർത്തി, പടയാളികൾ ആക്രമണം നിർത്തി, എല്ലാവരും ശാന്തരാകാൻ കൽപ്പിച്ചു. അവനെന്തോ പറയാൻ തുടങ്ങുന്നു. തർജ്ജനമാണെന്നോ പറയാൻ തുടങ്ങുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് നേരിട്ടുള്ളവരെന്നോ പറയാൻ തുടങ്ങുന്നു. അവരെല്ലാം താവൂത്ത് നിൽക്കുമ്പോൾ യേശു പറഞ്ഞ ഒന്നാമത്തെ വഴി, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായില്ല, ഇവരോട് ക്ഷമിക്കണം. ഈ ശബ്ദം അനേകരുടെ ഹൃദയത്തെ
ഈ ശബ്ദങ്ങളെ പ്രതീക്ഷിച്ചത് അവരെ ചിന്തിക്കുകയോ അവരെ ധ്യാനിക്കുകയോ ചെയ്യുന്ന ശബ്ദമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയാതിരിക്കുക, ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനയുടെ രീതി 4 പോയിന്റുകൾ പറയുന്നു. എപ്പോഴാണ് കർത്താവിൽ പ്രാർത്ഥിച്ചത്? എപ്പോഴാണ് കർത്താവിൽ പ്രാർത്ഥിച്ചത്? കർത്താവിൽ പ്രാർത്ഥിക്കുമ്പോൾ മുറിവിൽ നിന്ന് മാംസം അടർന്നുപോയതിന്റെ വേദന, ആ പച്ചവരത്തോട് ആ മുറിവ് ശരീരം ചേർത്ത് പിടിച്ചിരിക്കുന്നു. പച്ചമാംസത്തിൽ ആണികൾ അടിച്ചിരിക്കുന്നു. തലയിൽ ഉൾക്കിരീടം അണഞ്ഞിറക്കുന്നതിന്റെ വേദന, കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും രക്തം വാർന്നു പോകുന്നു. പരിഹസിക്കുന്നവരെ ഒരു കൂട്ടം, അട്ടഹസിക്കുന്നവരെ ഒരു കൂട്ടം, എന്തും കാണിക്കുവാൻ, കാട്ടിച്ചു തുപ്പുവാൻ, ഏത് നീണ്ട പ്രാർത്ഥന ചെയ്യുവാൻ കർത്താവിന്റെ മുമ്പിൽ കാട്ടുജനമായി കള്ളകൾക്ക് ഒരു കൂട്ടം ആക്രോശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് അറിയുക, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ ചോദ്യം, ആർക്കു വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്? ഒറ്റകൊടുത്ത യൂദായും തള്ളിപ്പറഞ്ഞ പത്രോസും വിളിച്ച ഹേരോദാവും പീലാത്തോസും സംഘത്തിൽ സംഘവും വിലാപ്പുറത്ത് കുത്തുവാൻ കുന്തവുമായി നിൽക്കുന്നവരാണെങ്കിലും കാപ്പിച്ചു തുപ്പിയവരും മുഷ്ടി ചുരുട്ടി ഇരിച്ചവരുമായി വന്നിരിക്കുന്നവരുടെ കൈക്കീഴിൽ നിന്നുകൊണ്ട് കുഞ്ഞു ഡാഡിയോട് വിളിച്ചു പറയുക, ഡാഡി അരുത്. ഇവരോട് ക്ഷമിച്ചേ. ഇത് തന്നെ പുത്രൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിന്റെ മണിമൗഢമായിരിക്കുന്ന എന്നെ ഈ ക്രൂരതകൾ ചെയ്യുമ്പോൾ നീ അവരോട് ക്ഷമിച്ചേക്കണമേ. ഒരു നെയ്യോനിലെ വലിയ ദൂതന്മാരെ അയക്കുവാൻ കഴിവുള്ളവൻ അവൻ കണ്ണു തുറന്നു നോക്കിയാൽ ഇവരെല്ലാം ഭസ്മമായി പോകത്തക്കണം. അഗ്നികൾക്കെന്ന കണ്ണുള്ളവൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ പുത്രൻ പിതാവിനോട് പറയുക, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമ എന്ന പദമില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ എന്തിലേക്ക് അടഞ്ഞിടക്കുന്നത്? ദൈവം ക്ഷമയുള്ള പദം മാനവരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയതുകൊണ്ട് ഈ പുൽപ്പിറ്റിൽ എനിക്ക് ബന്ധിക്കാനിടയായത്. എന്റെ അനേകമായ പാപങ്ങളെ യേശുക്രിസ്തുവിൽ കൂടെ ക്ഷമിക്കുവാൻ പിതാവ് തയ്യാറായതുകൊണ്ട് എനിക്ക് നിൽക്കുവാൻ ഇടയായത്. യേശുക്രിസ്തു ഇവരോട് ക്ഷമിച്ചു എന്നുള്ളതിന്റെ തെളിവെന്ത? യേശുക്രിസ്തു ഇവരോട് ക്ഷമിച്ചു എന്നുള്ളതിന്റെ തെളിവെന്ത? ക്ഷമിച്ചു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്, ദാഹം തന്റെ ജീവിതത്തിൽ ദാഹം വന്നപ്പോ കുടിക്കുവാൻ ചോദിച്ചത് ദൂരെ മാറി നിൽക്കുന്ന അമ്മയോടല്ല, ശിഷ്യനായ യോഹന്നാനോടുമല്ല. ആര് തന്നെ മുഷ്ടി ചുരുട്ടി അടിച്ചുവോ, ആര് തന്നെ കണ്ണത്തടിച്ചുവോ, ആര് തന്നെ കാപ്പിച്ചു തുപ്പിയോ, ആര് തന്നെ കൈകളിൽ ആണിയടിച്ചോ, അവനോട് പറയുക, എനിക്ക് മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ മരിക്കേണ്ടി വന്നാൽ ശത്രുവിന്റെ കയ്യിൽ മേടിച്ച് കഴിക്കത്തിന് ദൈവങ്ങളുടെ എത്ര പേരിലുണ്ട്? മരിക്കേണ്ടി വന്നാലും ശത്രുവിന്റെ കയ്യിൽ മേടിച്ച് കഴിക്കുന്നത്. പക്ഷെ യേശു ശത്രുവിനോട് ക്ഷമിച്ചതുകൊണ്ട് അവന്റെ കയ്യിൽ വെള്ളം കുടിച്ചു പോയിക്കാൻ ആഗ്രഹിക്കുക. എന്റെ കണ്ണ് തടിച്ചവൻ വെള്ളം, എന്റെ കയ്യിൽ ആണി അടിച്ചവരിലേക്ക് വെള്ളം നീ തന്ന ഞാൻ കുടിക്കും, കാരണം ദൈവം ഞാൻ ക്ഷമിച്ചു. ക്ഷമയില്ലാത്ത ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വഴിയിൽ പ്രസക്തിയുണ്ട്. മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഒരിടത്തിൽ മധ്യസ്ഥ ചെയ്യാൻ പോകാത്തതുകൊണ്ട് ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് മറ്റൊരു റൂമിലും വാടകയ്ക്ക് താമസിക്കുന്നു. മൂത്തവന് പപ്പായോടുകൂടെ, ഇളയവന് മമ്മിയോടുകൂടെ മാസത്തിലൊരിക്കൽ കോടതി
പാസ്റ്ററോട് ക്ഷമിക്കാൻ കഴിയാത്ത വിശ്വാസം, വിശ്വാസിയോട് ക്ഷമിക്കാൻ കഴിയാത്ത പാസ്റ്റർ അപസ്വത്രമാണ്. അങ്ങനെ പറഞ്ഞ മാസ്റ്റർ രണ്ടു പോയിട്ട് പറഞ്ഞാൽ രണ്ട് സ്വത്രങ്ങളൊക്കെ വേണ്ട, എനിക്ക് അങ്ങനെ സ്വത്രം വേണ്ട. പാസ്റ്ററോട് ക്ഷമിക്കാൻ കഴിയാത്ത വിശ്വാസി, വിശ്വാസിയോട് ക്ഷമിക്കാൻ കഴിയാത്ത പാസ്റ്റർ, അതിൽ നിമിത്തം സഭാഭാഗം കൂട്ടേണ്ടി വരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പീലാത്തോസിന്റെ അരമനയിലോ ഹേരോദാവിന്റെ കൊട്ടാരത്തിലോ പോയില്ല ശക്തിപ്രകടനം നടത്താൻ. അടച്ചിട്ട ശിഷ്യന്മാരുടെ മുന്നിൽ പോകുള്ളൂ. നമുക്കൊരു നന്മ കിട്ടിയ നമ്മെ ആക്ഷേപിച്ചതിനുള്ള എഴുതി നടക്കാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശത്രുവായിട്ട് കണ്ടവരുടെ മുമ്പിലൂടെ ആ നന്മയെ പിടിച്ചോളം പറയാം. എന്നിട്ട് വേണം അന്ന് ഞായറാഴ്ച ഒരു പാട്ട് പാടാൻ. ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തിയ ലക്ഷ്യമിക്കുക, കൂട്ടുകാരുടെ പരമായി ആനന്ദ ധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ഈ പാട്ടൊക്കെ പാടി ഒരു സാക്ഷി പറയുന്നത് ഭയങ്കര ആവേശം. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റത് പീലാത്തോസിന്റെ അരമനയിലേക്ക് ശക്തി പ്രകടനം നടത്താൻ പോയില്ല. യേശു ഉയർത്തെഴുന്നേറ്റത് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ പോയില്ല. യേശു തന്റെ ശിഷ്യഗണത്തിൽ മാത്രമേ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാനോ നിങ്ങൾ ക്രൂശിച്ചെങ്കിലെ ഞാൻ ഉയർത്തെഴുന്നേറ്റണം എന്ന് തെളിയിക്കാൻ പോകില്ല. ആകെ തെളിയിക്കാൻ പോയത് തന്റെ ശിഷ്യഗണത്തെ മാത്രമേ ഉള്ളൂ. രണ്ട് ഉദാഹരണങ്ങളിൽ കൂടെ യേശു ക്രിസ്തു ക്ഷമിച്ചു എന്നുള്ളതിന്റെ തെളിവ് വെളിപ്പെടുത്തി. നാം ക്ഷമിക്കാറുണ്ട്, പക്ഷെ നാം ക്ഷമിക്കുമെങ്കിലും ശരീരത്തിലെ ക്ഷമിച്ചോളൂ, ഹൃദയത്തിൽ ക്ഷമിച്ചു. ഒരിക്കൽ ജ്യേഷ്ഠനും ഭയങ്കര വഴക്കുണ്ടായി. 12 വർഷത്തോളം രണ്ടുപേരും വൈരാഗ്യത്തോടെ പരസ്പരം വെട്ടാതെ എവിടെ അവസരം കിട്ടിയാലും പ്രതികാരം നടത്തുവാൻ വേണ്ടി ശക്തിയോടിരിക്കുകയാണ്. ഈ സമയത്ത് ജ്യേഷ്ഠന് മാരകമാകുന്ന രോഗം പിടിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാരുടെ കൈകളിൽ 24 മണിക്കൂറേ നിങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്ക് രാവിലെ നിങ്ങളെ മുൻപോട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അറിയിക്കണമെന്ന് അറിയിച്ചോളം പറഞ്ഞു. അപ്പോൾ കൂടിയിരുന്നവരെല്ലാം പറഞ്ഞു അങ്ങനെ മരിക്കാൻ പോവാണ്, അനിയനോട് ക്ഷമയോടെ മരിക്കാം, ഓക്കെ വിളിച്ചേക്കാൻ പറഞ്ഞു. അനിയനില്ലാതെ വിളിച്ചോണ്ട് ഐസിയുവിലേക്ക് കയറ്റി ചേട്ടനിലൂടെ കൈ കൊടുത്തു, കരഞ്ഞു, പരസ്പരം ക്ഷമയൊക്കെ ചോദിച്ചു. നിന്നോട് ഈ പ്രതികാരം ഉണ്ടായിരുന്നു, നിന്നോട് ഈ വൈരാഗ്യം ഉണ്ടായിരുന്നു, ഭയങ്കരമായ ക്ഷമ ചോദിച്ചു. അനിയൻ കുറെ മണിക്കൂർ കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ കൈകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം, ഈ ഡോക്ടർ പറഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ നിന്നോട് ഞാൻ പരിഗണിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ തട്ടിപ്പോയാൽ നീ ക്ഷമിച്ചു. അവരോട് ക്ഷമ. ഇവിടുത്തെ ക്ഷമയല്ല നമ്മളോട് അറിയാവുന്നവർ ചെയ്തേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രധാനമന്ത്രി ചെയ്തെല്ലാം ക്ഷമിച്ചു, നാളെ കത്രവേശ കൊടുക്കാൻ പോവാ എങ്കിൽ നിന്റെ നീതി വെളിപ്പെട്ടു. ഞാൻ ക്ഷമിച്ചു, നിന്റെ നീതി വെളിപ്പെട്ടു. ഇടിയൊട്ടില്ലായിരുന്നു, അതാ നിന്റെ നീതി വെളിപ്പെടാൻ പ്രാർത്ഥിച്ചു. പക്ഷെ യേശു അങ്ങനെ പ്രാർത്ഥിച്ചില്ല. യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാനില്ല, ഇവരോട് ക്ഷമിക്കണം. ഹൃദയത്തിനകത്ത് പ്രതികാരങ്ങളും വൈരാഗ്യവും ഏത് സമയത്ത് എവിടെ വെച്ചും ശത്രുവിനോട് വാക്കുകളും പറയാൻ കൂത്തുമൂത്ത വാക്കുകൾ നമ്മൾ മിനുക്കി നമ്മളെ അകത്ത് അമ്പാക്കി വെച്ചിരിക്കുമ്പോൾ ഏത് സമയത്തും പൊട്ടിത്തെറിയുള്ള ഹൃദയത്തിൽ ഉണ്ടാകാത്ത
ചിലർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാനല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത പ്രസംഗങ്ങളെ കൊണ്ടുവരുത്തിയാൽ അവർ ഈ ഇരിപ്പിൽ ഒരു മാറ്റം വരുത്തുന്നില്ല. കാരണം അവരകത്ത് പ്രതികാരം കിടക്കുക. പ്രതികാരമുള്ള ഹൃദയത്തിന് വചനത്തിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. പ്രതികാരമുള്ള ഹൃദയത്തിന് ആത്മാവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഒരു പ്രകടനം കാണിക്കാൻ പോകാതെ ഒരനുഭവം പുറത്തു വരുവാൻ കഴിയുന്നില്ല. അവർ പറയുക, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു സന്തോഷം വരുന്നില്ല, എത്ര വചനം കേട്ടിട്ട് ഒരു സന്തോഷം വരുന്നില്ല, എത്ര പാട്ട് പാടിയിട്ട് ഒരു സന്തോഷം തരുന്നില്ല. അത് പാടിയുടെ കുഴപ്പമല്ല, പ്രസംഗങ്ങളുടെ കുഴപ്പമല്ല, ഹൃദയത്തിനകത്ത് വൈരാഗ്യങ്ങളുണ്ട്. രാത്രി അത് കുറിച്ചു മാറ്റുവാൻ നാം തയ്യാറാകുമെങ്കിൽ കത്രികയുമായി ഇറങ്ങി വരുവാൻ മഹാപുരോഹിതരുണ്ട്. അവിടെ ഒരിടങ്ങളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കരുത്തികൾ കുറിച്ചു മാറ്റിയാൽ ഈ ഡിസ്ട്രിക്ട് കൺവെൻഷൻ വൈകാവുകയോ ചില കുടുംബങ്ങളിൽ ലോകത്തിലേക്ക് കണ്ണൊഴിച്ചു നോക്ക്. നാം വിഷയമുള്ളവരും നാം പുരുഷന്റെ പ്രസംഗകരുമായി മാറിയിട്ടും ഈ വിഷയവും ഈ പുരുഷന്റെ പ്രസക്തി ഒന്നും മനസ്സിലാക്കാത്ത ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ കൊന്ന് ആ കേസിൽ പിടിക്കപ്പെട്ട ധന്യമെന്ന പെൺകുട്ടിയെ ഇന്ത്യൻ കോടതി അവളെ കൊല്ലുവാൻ വേണ്ടി വിധിച്ചിരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുക, ഞാനോട് ക്ഷമിച്ചു. സ്വന്തം ഭർത്താവിനെ ബോംബ് വെച്ച് കൊല്ലുവാൻ കൂട്ടുനിന്ന ധന്യമെന്ന പെൺകുട്ടിയോട് സോണിയാഗാന്ധിക്ക് ക്ഷമിക്കാമെങ്കിൽ അഭിഷേകമുണ്ടെന്നും ആത്മാവിൽ ആരാധിക്കുന്നുവെന്നും ക്രൈസ്തവരെ അഭിമാനിക്കുന്ന നമുക്കെന്തുകൊണ്ട് ക്രിസ്തുവിന്റെ മാർഗം അകത്ത് കയറിയിട്ടില്ല? സ്തോത്രം, സ്തോത്രം. ഒരു മുസ്ലിം സ്ത്രീയെ കുറിച്ച് സൺഡേ സത്യത്തിൽ വന്ന് ഞാൻ വിളിച്ചു. കൊല്ലത്തുള്ള സ്ത്രീ അവരുടെ ഭർത്താവിനെ സൗദി അറേബ്യയിൽ വെച്ച് മറ്റൊരു മുസ്ലിം സഹോദരൻ കുത്തിക്കൊന്നു. ഈ സ്ത്രീ ഒരു പേപ്പറിൽ ക്ഷമിച്ചു എന്ന് ഒപ്പിട്ട് കൊടുത്താൽ ആ കുത്തിക്കൊന്ന വ്യക്തി ആ കൊലപാതകനെ സൗദി ഗവൺമെന്റ് വെറുതെ അവൻ തിരിച്ചു വന്ന് ഭാര്യയോടും മകളോടും കൂടെ താമസിക്കാം. കൊല്ലത്തുള്ള ഈ മുസ്ലിം യുവതിയോട് സകലരും പറഞ്ഞ് നീ ഒപ്പിട്ട് കൊടുക്കരുത്. നോർത്ത് ഇന്ത്യയിലുള്ള വീട്ടുകാരെല്ലാം അവരെ പ്രേരിപ്പിച്ചു, പ്ലീസ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളുടെ ഭർത്താവിനെ ജീവനോടെ വരാൻ. ആ സ്ത്രീ വന്നവരെ കാലം പിടിച്ചു. ചില രാത്രികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡേറ്റിൽ ഏകദേശം അടുത്തു വരികയാണ്. അവർ ഒപ്പിട്ട് കൊടുക്കേണ്ട ഡേറ്റ്. ആ മുസ്ലിം സ്ത്രീ എഴുതിയ സാക്ഷി ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. ആരോ കൊടുത്ത ഒരു ബൈബിൾ രാത്രിയിൽ സ്വസ്ഥതയില്ല, ഉറക്കമില്ലാതെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ആരും കാണാതെ ആ വേദപുസ്തകം എടുത്ത് ഞാൻ വായിക്കുമ്പോൾ ഓരോ പേജിലും ക്ഷമ എന്ന വാക്യം കണ്ടു. ആരോടും ചോദിക്കാതെ എന്റെ ഭർത്താവിനെ യാതൊരു വിധമാകുന്ന ധൈര്യമില്ലാതെ കൊന്ന കൊലപാതകനെ രക്ഷിക്കുവാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ബൈബിളിന്റെ ക്ഷമ വലുതാണ്. അത് നമ്മളെ അകത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ അഭിഷേകം കൊണ്ടോ നമ്മുടെ ഉള്ളിൽ കൊണ്ടോ യാതൊരു വിധമാകുന്ന പ്രയോജനവും ചെയ്യുകയില്ല എന്ന് രാത്രിയിൽ ഞാൻ പറയും. കർത്താവ് ക്രൂശിക്കലോട് പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ ഇവർ വിഷയിക്കും. കർത്താവിന്റെ DPM സഭയിലെ ടീം ബോക്സ് എന്ന് പറഞ്ഞ ആ ദൈവസ്ഥനെ സ്വന്തവും ക്ഷണിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ എല്ലാവരും വായിക്കും. ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് മണിക്കൂറുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ക്ഷമയുടെ ആത്മാവിനെ എനിക്ക് വളരെയധികം അതേപോലെ ഒരു സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മുൻകൂട്ടി വായിക്കുമ്പോൾ റൊമേനിയയിൽ ദേവദാസൻ ജയിലിലടക്കപ്പെട്ടു. ആ ജയിലിലടക്കപ്പെട്ട ദേവദാസൻ എഴുതിയ സാക്ഷ്യം ദൈവങ്ങൾക്ക് ഉയർത്തിട്ടുണ്ട്. റിച്ചാർഡ് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ജയിലിൽ വെച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ക്യാപ്റ്റൻ അവരെ ജയിലിൽ വന്നു വീണു. റിച്ചാർഡ് അത്ഭുതപ്പെട്ടിട്ട് തള്ളിൽ ചോദിച്ചു, ഹലോ സർ, എന്നെ ജയിലിൽ വെച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ക്യാപ്റ്റൻ നിങ്ങൾ ജയിലിൽ വന്നു, ഇത് ക്രിസ്ത്യാനികളുടെ ജയിലാണ്. അയാളോ അതിനെ പിന്നീട് കഥയുണ്ട് സർ. എന്താണ് കഥ? ഒരമ്മയുടെ ഏകമകൻ ഈ അമ്മയുടെ എല്ലാ ജന്മദിനത്തിലും ഈ മകന് പൂച്ച തർപ്പിക്കുമായിരുന്നു. മനോഹരമായ പൂച്ചതോ അമ്മയുടെ ഓരോ ജന്മദിനത്തിലും അർപ്പിക്കുന്ന അങ്ങനെയാണ് അമ്മയും മകനും കടന്നു പോകുമ്പോൾ ഈ അമ്മ ചില
അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു, മോനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. ഇപ്പോൾ എന്റെ അമ്മ സ്വപ്നത്തിൽ നിന്ന് എന്നെ നോക്കുമ്പോ അമ്മയുടെ ശവകുലത്തിൽ ഞാൻ ഈ പൂജ തർപ്പിക്കുന്നതിനേക്കാൾ എന്റെ അമ്മ സന്തോഷിക്കുന്നത് എന്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ എന്റെ അമ്മ സന്തോഷിക്കും, യേശുവും സന്തോഷിക്കും. 12 വയസ്സുള്ള ബാലനെ കുറിച്ച് എന്റെ ശത്രുവായ വേറെ എന്റെ അമ്മയെ കൊന്ന് ആ കമ്മ്യൂണിസ്റ്റ് ക്യാപ്റ്റൻ, ഞാൻ എന്നെപ്പോഴത്തെ എന്നെ കണ്ടുപിടിക്കും. പൂച്ചെണ്ടുമായിട്ട് ആ മകൻ ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് ഈ ക്യാപ്റ്റനെ തിരക്കി പിടിച്ച് ദീർഘമായി അന്വേഷിച്ച് ക്യാപ്റ്റന്റെ ഓഫീസിൽ ചെന്നു. സാർ എന്ന് ചോദിച്ചു. അവരകത്തിയെന്ന് ഈ പൂച്ചന്റെ സാഹചര്യം കൊടുത്തു. ഉടനെ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് വലിയ നന്മ ചെയ്തിട്ട ഇത്ര മനോഹരമായ ഒരു പൂച്ചക്ക് നീ എനിക്ക് വന്നത്? സാർ, നന്മ ചെയ്തുകൊണ്ടല്ല, എല്ലാ വർഷവും എന്റെ അമ്മയുടെ ജന്മദിനത്തിന് ഞാൻ കൊടുക്കുന്ന പൂച്ചക്ക യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞതിന്റെ പേരിൽ സാർ കഴിഞ്ഞ വർഷം എന്റെ അമ്മയെ കൊന്നു. ഇന്ന് എനിക്ക് പൂച്ചക്ക് കൊടുക്കുവാൻ എന്റെ അമ്മയില്ല. ഞാൻ ശവകുലത്തിലേക്ക് പോകുമ്പോൾ എന്റെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു, മോനെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്റെ ശത്രു ഇന്ന് സാറാണ്. എന്റെ അമ്മയെ കൊന്ന ക്യാപ്റ്റൻ ഈ പൂച്ചക്ക് ഞാൻ സാറ് തരികയാണ്. സാറ് പറഞ്ഞു. ആ മനുഷ്യൻ കണ്ണുകൾ കമ്മ്യൂണിസ്റ്റുകാരനായ ക്യാപ്റ്റൻ അനേക ക്രൈസ്തവരെ കൊല്ലുകയും ജയിലിളക്കുകയും ചെയ്ത ആ കഴിയുന്ന മനുഷ്യന്റെ ഹൃദയം തൂത്തുകൂടായി മുറിയാൻ തുടങ്ങി. ആ പൂച്ചന്റെ വിശത്തൊക്കെ വെച്ചിട്ട് ആ 12 വയസ്സുള്ള ബാലനെ പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, പോലെ ഞാൻ പഠിച്ച കമ്മ്യൂണിസം ശത്രുവിനെ കൊല്ലാൻ പഠിപ്പിച്ചപ്പോ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രസംഗങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ക്ഷണിക്കുന്ന സ്നേഹവുമായിട്ട് നാം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഏത് തടിയുള്ളവരെയും യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുവാൻ ഈ ഫലമായി കഴിയുമെന്ന് ഞാൻ ശക്തമായി ദൈവത്തോട് പറയട്ടെ. ക്ഷമിക്കുന്ന സ്നേഹം ക്ഷമിച്ചു എന്ന വാക്കുകൾ കൊണ്ടല്ല, ശരീരം കൊണ്ടല്ല, ഹൃദയത്തെ ക്ഷമിക്കണം. 10,000 ഭാരതത്തിൽ കടപ്പെട്ട ഒരുത്തന്നെ മുഴുവൻ കടവുമില്ലാതെ അടച്ചു കൊടുത്ത് അവൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുമ്പോൾ ആ വഴി വെച്ച് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുത്തനെ കാണുന്നു. അവനെ കണ്ടുകൊണ്ട് ആദ്യം പൈസ കൊമേലിൽ പിടിക്കുക. 10,000 വിളിച്ചു കിട്ടിയവൻ 100 കൊടുക്കാനുള്ളവരോട് ദയ കാണിക്കാതെ മനസ്സിൽ കാണിച്ചപ്പോ രാജാവ് അറിഞ്ഞിട്ട് അവൻ ഇണച്ചു കൊടുത്ത കടം ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ 22 വർഷം ചെയ്ത പാപങ്ങൾ ഞാൻ ക്ഷമ ചോദിച്ച് ക്രൂശിന്റെ ചുവട്ടിൽ ചരിത വെച്ചിട്ട് ഇന്ന് ഞാൻ കർത്തൃശുശ്രൂഷയ്ക്ക് ആരോടെങ്കിലും ക്ഷമിക്കാതെ നിന്നാൽ കഴിഞ്ഞ കാലത്തിൽ എന്നോട് ക്ഷമിച്ചത് മുഴുവൻ ദൈവം ക്യാൻസൽ നികത്തിക്കുന്നു. ക്ഷമിക്കാൻ കഴിയാത്തതൊന്നുമില്ല. സ്വന്തം ഭർത്താവിനെയും തിമോത്തി എന്ന് പറഞ്ഞ 2 ചോരക്കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച് 3 കരിക്കഷ്ണങ്ങളും ഗ്ലാൻസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ സ്ത്രീ പാലത്തിൽ ഒരു സന്ദേശം കൊണ്ടിരുന്നാണ്, എന്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും നിഷ്കളങ്കരായ എന്റെ ഭർത്താവിനെയും നിഷ്കളങ്കരായ എന്റെ കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച കാതകളോട് ഞാൻ ക്ഷമിച്ചു. അതിൽ വലുതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ക്ഷമിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ 1-ാമത്തെ വഴി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹൃദയത്തിൽ നിന്നും വൈരാഗ്യം, ആരോഗ്യവും പ്രതികാരം, മുറിവുകൾ കാണുമ്പോൾ ചിരിക്കുന്നതിൽ ഒരു ചിരിയല്ല, അത് അഭിനയമായി മാറിയിരിക്കുക. ക്ഷമിച്ചുവെങ്കിൽ എന്തുകൊണ്ട് പഴയതുപോലെ ഇടപെടുന്നില്ല? ജോസഫ് ക്ഷമയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വന്തം സഹോദരങ്ങൾ ക്ഷമിച്ചു എന്നതിന്റെ തെളിവാണ്. ഒരിക്കൽ നാം നമ്മുടെ ശത്രുവിനോട് ക്ഷമിച്ച ആ ശത്രു നമ്മോട് ചെയ്തത് പിന്നെ ഒരിക്കലും നമ്മുടെ വാക്കുകൾ പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പാനപാത്രവാഹനോടും അപ്പക്കാരനോടും ജോസഫ് പറയുക, വേണമെങ്കിൽ മുഴുവൻ ഹിസ്റ്ററി പറയാൻ. പക്ഷെ ജോസഫ് പറഞ്ഞു, എന്നെ അവർ കട്ടുകൊണ്ട് വന്നതാ, ഞാൻ നിരന്തരമില്ല. പോത്തിപ്പന്റെ ഭാര്യ തന്നെ ആക്ഷേപിച്ചതോ സഹോദരങ്ങൾ പൊട്ടക്കുഴിയിട്ടതോ വിറ്റതോ ഒന്നും വിളമ്പാൻ താൻ തയ്യാറല്ല. കാരണം താൻ ക്ഷമിച്ച കാര്യമാണ്. ക്ഷമിച്ചെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മുടെ വാങ്ങുന്നത് പറയുകയില്ല. അവർ ഈ സഹോദരന്മാർ ജോസഫിന്റെ അടുത്ത് വന്ന് അകലം വിട്ട് നിൽക്കുമ്പോൾ ജോസഫ് അവരോട് പറയാം, അടുത്തുക, ക്ഷമിക്കാത്തവരെ എപ്പോഴും അകലം വിട്ടിരിക്കും. അകലം വിട്ടവരാൾ നിൽക്കുന്നതിന്
നിങ്ങളുടെ രക്ഷയ്ക്ക് ദൈവം ക്ഷമിക്കുന്നവൻ നെഗറ്റീവ് എന്ന് കാണുന്നത് പോസിറ്റീവ് കാണുവാൻ കൃഷിയെ പ്രസംഗിക്കുന്ന കൃഷിയെ പ്രസംഗം കേൾക്കുന്ന നമ്മൾ നിലനിർത്തുന്നു. ക്ഷമിക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ഹൃദയത്തിൽ പൊട്ടാൻ തയ്യാറായിരിക്കുന്ന ഒരു കോപ്പുപോലായിരിക്കുന്നെങ്കിൽ നമ്മെ കാത്തുനിരുന്ന പല രോഗങ്ങളുടെയും കാരണം ക്ഷമിക്കാത്തതുണ്ട്. നാം ക്ഷമിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ രോഗങ്ങൾ പലതും സൗഖ്യമാകുവാൻ ഇടയാണ്. എബ്രഹാം ലിങ്കൻ പറഞ്ഞു, I am going to destroy my enemies. എന്റെ മുഴുവൻ ശത്രുക്കളെ ഞാൻ കൊല്ലാൻ നശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെയല്ല നീ തകർക്കാൻ പദ്ധതി എടുത്തിരിക്കുന്നത്. എബ്രഹാം ലിങ്കൻ പറഞ്ഞു, സ്നേഹം കൊടുത്ത് തകർക്കാൻ പോവാൻ എന്റെ ശത്രുക്കളെ മുഴുവൻ ഞാൻ സ്നേഹം കൊടുക്കാൻ പോവുകയാണ്. യേശുവിന്റെ ഒന്നാമത്തെ വഴി ക്ഷമിക്കുവാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിനേഷന്റെ പ്രാരംഭത്തിൽ എവിടെയൊക്കെ ചെറുത് പൊങ്ങിയിട്ടുണ്ട്, എവിടെയൊക്കെ ചെറുത് ഉഴച്ചിട്ടുണ്ട്. ഒരു തെറ്റിൽ ചെയ്യാൻ വേണ്ടും അസൂയ കൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, ശുശ്രൂഷയിൽ പല ദിവസങ്ങൾ നമ്മൾ നിരപരാധിയായിട്ടും ദുഃഖിച്ച് നടക്കേണ്ടിയുള്ളതിന്റെ വേദനകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ മുഴുവായി പൊങ്ങി നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, പൂർണ്ണമായി ക്ഷമിക്കാൻ. അവർ ചെയ്യുന്നതെന്ന് അറിയാൻ അവർ ക്ഷമിക്കണം. രണ്ടാമത്തെ യേശുക്രിസ്തുവിന്റെ വഴിയാണ്, നീ എന്നോടുകൂടെ പൗരസായി രണ്ടുപേർ, ഒരുവൻ കർത്താവിനെ ദുഷിക്കുന്നു, ഒരുവൻ കർത്താവിനെ ഏറ്റുപറയുന്നു. ലോകത്തിലെ രണ്ട് കൂട്ടം ആൾക്കാരെ അറിയുന്നത്, ഒരു കൂട്ടർ എന്നും ദുഷിച്ചു തന്നെ ജീവിക്കും, ഒരു കൂട്ടർ ഏറ്റുപറഞ്ഞ് പൗരസ അനുഭവിക്കും. ദുഷിക്കാൻ കൃപ ലഭിച്ചവൻ ദുഷിക്കേണ്ടത്, ഏറ്റുപറയാൻ കൃപ ലഭിച്ചവൻ ഏറ്റുപറയേണ്ടത്. ദുഷിക്കുന്നവൻ ഇങ്ങനെ പറഞ്ഞ് ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിഹാസികൾ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നെ സന്തോഷിപ്പിച്ച ആത്മീയ ദൂതനെ കൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തിയ സകലനെ ഒറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ദുഷിച്ച് അനുകൂലം പറയാൻ ഒരാളില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം ക്രൂശിന്റെ ഒരു ഭാഗം എഴുന്നേൽപ്പിച്ചു. അവന്റെ രാജത്വം അംഗീകരിക്കുവാൻ, അവന്റെ മടങ്ങിയോടെ അംഗീകരിക്കുവാൻ, അവന്റെ ഉയർപ്പ് അംഗീകരിക്കുവാൻ, അവൻ പറുദീസായിൽ കൊണ്ടുപോകുവാൻ ശക്തരാണെന്ന് അംഗീകരിക്കുവാൻ ദൈവം അവനെ കരുതിവെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അനുഭവം പറയാൻ നാം കരുതിവെച്ചവർ ആരും ആയിരിക്കത്തില്ല. നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് അനുഭവം പറയുന്നത് ദൈവം കരുതിവെച്ചവരായിരിക്കും. നാം കരുതിവെച്ചവരൊക്കെ തള്ളിപ്പറഞ്ഞു, നാം കരുതിവെച്ചവരൊക്കെ ചുമന്നുകൊണ്ട് ഒറ്റുകൊടുത്തു, നാം കരുതിവെച്ചവരൊക്കെ പ്രാണഭയത്തിൽ ഓടി വിളിച്ച് മുറിക്കുള്ളിൽ അടങ്ങിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അനുകൂലം പറയുവാൻ ഒരാളെ കരുതിവെച്ചിട്ടുണ്ട്. Praise the Lord. യേശുക്രിസ്തുവിന് ഈ കല്ലറയെ അടക്കം ചെയ്യുവാൻ ആരും ഒരു കല്ലറ കരുതിവെച്ചിട്ടില്ലെങ്കിലും ദൈവം ഒരു കല്ലറ കരുതിവെച്ചിട്ടുണ്ട്. രഹസ്യമായ ഒരു ശിക്ഷയെ ദൈവം കരുതിവെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓർക്കുക, നമ്മൾ വിചാരിക്കുന്ന പലരുമല്ല, നമ്മുടെ ആഴത്തിലെ വഴിയിൽ കല്ലറ കരുതിയിട്ടുള്ളത് ദൈവം ഒരിക്കലേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ സമയത്തിനോട് പറഞ്ഞ പാസ്റ്ററെ കേൾപ്പിപ്പോയി സാധുവായ മനുഷ്യൻ അനേക സമയങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഭക്തരായി ജീവിച്ചു, ഒരു നന്മ അനുഭവിപ്പാൻ വിദേശത്ത് ആരോ ഒരു വിസിറ്റിംഗ് കടന്നുപോയി. ധാരാളം ഇരുന്ന സമയത്തിന്റെ മുഴുവൻ വിശ്വാസികളുടെ ഫോൺ നമ്പറുകളുടെ ഒരു ബുക്ക് തന്നെ കൊണ്ടുപോയി. പക്ഷെ ഈ കൊണ്ടുപോയ ഫോൺ നമ്പറുകളുള്ള ഒരെണ്ണം തിരിഞ്ഞു നോക്കില്ല. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചിലർ തനിക്ക് പാർപ്പിടം കൊടുത്തു, തനിക്ക് ആഹാരം കൊടുത്തു, തനിക്ക് വീട്ടിൽ കൊടുത്തു. നമ്മൾ ചിന്തിച്ചവരാരുമല്ല നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ കരുതുന്നത് ദൈവം ചിലതിനെ കരുതി വെച്ചിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വേദനകളിൽ ഇറങ്ങാൻ പോകുന്നവരെ, നിങ്ങൾ മനസ്സിൽ കണ്ട പലരും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി വഴികൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് പരിഗണിക്കുമ്പോൾ ദൈവം നൽകുന്ന വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം. ദൈവം
മണി വരെ ഭയങ്കരമായ ഇരുട്ട്. ആ ഇരുട്ടിൽ എന്താ സംഭവിച്ചത്? ആർക്കും അറിയത്തില്ല. ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് പുത്രൻ നിലവിളിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. അത് പുത്രന്റെ നിലവിളിയല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും പുത്രൻ ദൈവമേ എന്ന് സുവിശേഷത്തിൽ എങ്ങും സംബോധന ചെയ്തിട്ടില്ല. എപ്പോഴും സംബോധന ചെയ്യുന്നത് പിതാവേ, ഫാദർ, അബ്ബാ എന്നുള്ള പദമാണ്. ദൈവമേ എന്ന് യേശുക്രിസ്തു ഒരിക്കൽ പോലും സംബോധന ചെയ്യാത്തതുകൊണ്ട് ആ കൂലിരുട്ടിൽ വെച്ച് നിലവിളിച്ചത് യേശുക്രിസ്തു അല്ല, അത് മാനവലക്ഷണം നിലവിളിയാണെന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ കാണുന്നത്. എന്നെ വായിക്കൊരു അഭാഗ്യം ചിന്തിക്കുന്നില്ല. ആ കൂലിരുട്ടിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. അത് പറഞ്ഞ അവസ്ഥയാണ്. ആ കൂലിരുട്ടിൽ ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിലോട്ട് താഴ്ന്ന രൂപം തുടങ്ങി. ദേവാലയത്തിന്റെ തിരശ്ശീല കീറിയപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീലയ്ക്ക് രൂപം തുടങ്ങി. എന്തിനാ കീറിയതറിയാമോ? യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി കീറിയത് പിതാവും ദൈവമായി ഒരിക്കലും അടുക്കാൻ കഴിയാതെ പാപിയായ മനുഷ്യൻ അകന്നു നിൽക്കുമ്പോൾ ഈ പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ വേറൊരു വഴിയില്ല. നിരത്തിൽ ഞാൻ പറയട്ടെ, ചെങ്കടൽ രണ്ടായി പിളർന്നതിൽ ഏറ്റവും വലിയ അത്ഭുതം, യോർദാൻ രണ്ടായി പിരിഞ്ഞതിൽ ഏറ്റവും വലിയ അത്ഭുതം, അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പാപിയായ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 6 മണി മുതൽ 9 മണി വരെ കൂലിരുട്ടിൽ ദേഹോപദേശികളായി കീറി ഒരു പുതിയ വഴി ഒരുങ്ങി. ആ വഴിക്കകത്തുള്ള യേശുക്രിസ്തു ദേഹമെന്ന തിരശ്ശീല നമുക്കായി കീറി. 2 കീറലുകൾ യേശുക്രിസ്തുവിന്റെ പുരുഷോളത്തിൽ 3 കീറലുകൾ. ഒന്ന് മഹാപുരോഹിതന്റെ വസ്ത്രം, 4 കീറലുകൾ. മഹാപുരോഹിതന്റെ വസ്ത്രം കീറുന്നു, യേശുക്രിസ്തുവിന്റെ വസ്ത്രം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ തന്നെ ദേവാലയത്തിന്റെ തിരശ്ശീല ഉണ്ടായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി. രാത്രിയിൽ നാം ഇതിനകത്ത് കയറിയത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മഹാപുരോഹിതൻ കാവലിന്റെ മറ്റുബോധന്മാരെ നിത്യവുമായി ആണ്ടിലൊരിക്കൽ കയറിപ്പോയ സ്ഥലത്ത് തന്റെ ഇടത്തോടെ നാം കയറി വന്നത് കൈകളിൽ രക്തം കൊണ്ടല്ല, പിന്നെയോ കാൽവരി ക്രൂശിച്ചതിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി, യേശുക്രിസ്തുവിന്റെ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി മാത്രമല്ല, ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്തുക. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി കീറിയിരിക്കുക. ഇനി ഞാൻ പാപി എന്ന് പറഞ്ഞ് നീ ദൂരെ നിൽക്കേണ്ട, ഒരു പുതുവഴി തോന്നിയിരിക്കുക. ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. ഒരു നിമിഷം എഴുതിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന വഴിയല്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ പ്രാണവേദനകളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പുത്രനെ ഒന്നാമത്തെ വഴിയുള്ള ജീവിതത്തിൽ അനുഭവമാക്കാൻ ആരോടാ പ്രതികാരം, ആരോടെ വഴിയല്ലോ? നമ്മെ വേദനിപ്പിച്ചിട്ട്, നമ്മെ മുറിവേൽപ്പിച്ചിട്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന കണ്ണടക്കുമ്പോൾ ആ മുറിവേൽപ്പിച്ച വ്യക്തിയുടെ രൂപത്തിലുള്ള പ്രാർത്ഥന വഴി വെളിപ്പെട്ടു വരാറില്ലേ? അതിനൊരു മാറ്റം വന്നേ മതിയാവൂ. ദൈവശക്തി ശക്തിയോടെ നമ്മുടെ സഭയുടെ ശരീരത്തിലെ ആത്മാവ് സഹിക്കുകയും വ്യാപരിക്കണം. ദൈവശക്തി കുടുംബത്തിൽ ഇറങ്ങണമെങ്കിൽ ശരീരത്തിലെ ആത്മാവ് കുടുംബത്തിൽ വ്യാപരിക്കണം. ക്ഷമിക്കണം, ആരുടെയാകാം ക്രൂശിൽ